ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷി ചെയ്യുന്ന രീതിയും മികച്ച വിളവും മികച്ച വിളവ് എങ്ങനെ എടുക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ തന്നെ തക്കാളി കൃഷിയെക്കുറിച്ചായിരുന്നു. അപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു. അത് കൃഷി ചെയ്തതിന് ശേഷം എല്ലാവരുടെയും നല്ല അഭിപ്രായങ്ങളാണ് എനിക്ക് ലഭിച്ചിരുന്നത്. തക്കാളി കൃഷി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തക്കാളി വിജയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ തക്കാളി കൃഷി തുടങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല മികച്ച വിളവ് നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അല്ലേ. ഇത് ഞാൻ പാവി മുളപ്പിച്ച തക്കാളി തൈകളാണിത്. അപ്പോൾ 4 ഇല പ്രായമായാലും നമുക്ക് പറിച്ച് നടാം. ഇതിൽ 4 ഇല പ്രായമായ തൈകൾ നോക്കി 4ാമത്തെ ഇല അത് വിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുത്ത് പോട്ടി മിക്സ് നിറച്ച് ചട്ടിയിലേക്ക് നടാം കേട്ടോ. മിക്സ് തയ്യാറാക്കാനുള്ള സാധനങ്ങളാണ് ഇതാ. ഒരു ചട്ടി നിറച്ച് ഞാൻ മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി നിറച്ച് ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ചട്ടി നിറച്ച് നമുക്ക് കൊയർപ്പിത്ത് എടുക്കാം. പിന്നീടുള്ള സാധനങ്ങൾ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ അത്തരം സാധനങ്ങളാണ് ഇതിൽ മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാൻ എങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കി ചട്ടിയിൽ നിറച്ച് തൈകൾ നടാമെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയുടെ 2 ഹോളുണ്ട് ഇതിന്. അപ്പോൾ ഈ ഹോളിൽ ഞാൻ ഈ പഴയ ചട്ടികളൊക്കെ പൊട്ടിയതിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനകത്തോട്ട് വെച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത് മണൽ തന്നെയാണ് കേട്ടോ, കുറച്ചും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്കിത് ചെയ്യേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. എൻ്റെ കൈ കൊണ്ട് 2 പിടി വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. മതി, അല്ലെങ്കിൽ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ അത് അളവിലിട്ടാലും മതി കേട്ടോ. എല്ലുപൊടി ഒരു കൈ എടുക്കുന്നുണ്ട് ഞാൻ. കപ്പലണ്ടി പിണ്ണാക്ക് ഒരു കുറച്ച് മാത്രം, കണ്ടല്ലോ, ഇങ്ങനെ കുറച്ചിട്ടിട്ടുണ്ട്. ഒരു 2-3 കഷ്ണം മതി ഒരു ചട്ടിയിലേക്ക്, കുറേ ഒന്നും എടുക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ മണ്ണിനെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അളവൊക്കെ മനസ്സിലായല്ലോ. മണലിൻ്റെ അത്രയും തന്നെ നമ്മൾ ചകിരിച്ചോറ് എടുക്കുക, അത്രയും തന്നെ ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും കൂടി മിക്സ് ചെയ്തിടണമെങ്കിൽ നല്ലത്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് ടെറസിലായ കാരണം കൊണ്ട് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരാൻ അത് വിട്ടുപോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടി മാത്രമായിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണത്. എല്ലാം നമ്മൾ മിക്സിംഗ് ഒക്കെ കറക്റ്റായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. വെള്ളമൊഴിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി നടാനായിട്ട് ചട്ടിയിൽ ഇന്നലെ വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വെള്ളമൊഴിച്ചു. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി തക്കാളി തൈ നടാം. അതിനായിട്ട് ഞാൻ തക്കാളി പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പാവി ഇത് കാണിച്ചെന്നില്ലേ, അത് പറിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ട് വെക്കാൻ പോവുകയാണ്. കുറച്ച് വാമ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഒരു സ്പൂണൊക്കെ മതിയാവും. വാമ ഇതിനകത്തുണ്ട്. വേഗം വേരൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഞാൻ എടുത്ത മണ്ണ് 2 ചട്ടിയിലേക്ക് ഉണ്ടായിരുന്നു. 2 ചട്ടി നിറച്ചിട്ടുണ്ട്. അപ്പൊ ദാ ഈ ചട്ടിയിൽ ഞാൻ തൈ ഇതാ നട്ടു. കണ്ടല്ലോ, ഒരു ചെടിച്ചട്ടിയിൽ ഒരു തൈയാണ് നടുന്നത്. തൈ ചട്ടി വലുപ്പം ഉണ്ടെങ്കിൽ നമുക്ക് 2 തൈ നടാം. അപ്പൊ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് 2 തൈ നടാം കേട്ടോ. അപ്പൊ ഇതിന് ഇപ്പോൾ ഞാൻ ഒരു തൈ ഇതാ നട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്കിതാ ഈ തക്കാളിമ കണ്ടില്ലേ ഞാൻ താങ്ങ് കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. അതേപോലെ ആദ്യം തന്നെ കൊടുക്കണം, വടി ആദ്യം തന്നെ കുത്തി വയ്ക്കുക. അല്ലെങ്കിൽ പിന്നീട് കുത്തുമ്പോൾ ചെറിയ കുഞ്ഞു വേരുകളൊക്കെ പൊട്ടി തക്കാളി വാടി അത് കേടായി പോകും. അതില്ലാതിരിക്കാൻ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് വടി കുത്തി കൊടുക്കാം. ഇനി ഇതെല്ലാം കുത്തി കൊടുത്തിട്ട് പിന്നെ എല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ തക്കാളിയൊക്കെ നോക്കി, ഇതേ വടി വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, കുത്തി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തക്കാളി 1 മാസം കഴിഞ്ഞു കേട്ടോ. തൈകള് പറിച്ച് നട്ട് ഇപ്പം എടുത്തു വെച്ചു. നമ്മൾ എല്ലാം നിരത്തി വെച്ചു. കമ്പുകളൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ചിലതിനൊക്കെ പൂക്കളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. 1 മാസം, കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ, കണ്ടല്ലോ. ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട്. നമ്മൾ പറഞ്ഞല്ലോ ഞാൻ 15 ദിവസം ഇടവിട്ട് സൂഡോമോണസ് കലക്കി കടകളിൽ 1 മാസം വരയ്ക്കും കടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക, പിന്നെ തളിച്ചും കൊടുക്കുക. സൂഡോമോണസ് മിത്ര ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത് മണ്ണിലുള്ള നമ്മൾ ബാക്ടീരിയൽ വാട്ടർ എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ ആവശ്യമില്ലാത്ത നമ്മളെ ശത്രുവായ ബാക്ടീരിയകളെ നശിപ്പിച്ച് നല്ല ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ് സൂഡോമോണസ്. മണ്ണിൽ കൂടി പകരുന്ന ബാക്ടീരിയ അസുഖങ്ങൾ എല്ലാം മാറ്റി മണ്ണിനെ പരിപോഷിച്ച് ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാക്കി തരുന്നതാണ് സൂഡോമോണസ്. അപ്പം മിത്ര ബാക്ടീരിയയായ സൂഡോമോണസ് ഇലകളിൽ തളിച്ചു കൊടുക്കുക, മാസത്തിൽ 2 തവണ. അത് 2 ആഴ്ചയോളം ഇലകളുടെ കോശങ്ങളിൽ ഇതിന് ജീവിക്കാനായിട്ട് കഴിയും സൂഡോമോണസിന്. അപ്പം അത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നോക്കിയേ, ഇതുപോലെ നിങ്ങളൊന്ന് തക്കാളി കൃഷി ഒന്ന് ചെയ്ത് നോക്കൂ. വിജയം ഉറപ്പാണ്, ഞാനാണ് പറയുന്നത്. മറക്കണ്ട, എല്ലാവരും ഇതുപോലെ തക്കാളി കൃഷി ചെയ്യാം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. തക്കാളി പോട്ടി മിക്സ് നിറച്ച് ചട്ടികളിലാക്കി അതിൽ ചേർക്കുന്ന സാധനങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തന്നു. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും ഇതുപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും തൈകൾ മുളപ്പിച്ച് തക്കാളി കൃഷി ചെയ്യണം. വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ? അപ്പൊ ഇനി അടുത്ത് തന്നെ ഒരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.